ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിൽ. എറണാകുളം സബ് ജയിലിൽ അടച്ചു. കുറ്റം സമ്മതിക്കാതെ രഞ്ജിത്ത്. കള്ളക്കേസാണോ സാറേ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? ജാമ്യം തേടി കോടതിയിൽ. അന്വേഷണം രഞ്ജിത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചവരിലേക്കും. ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഇതിലെ ഒരു കാര്യം എന്താ നോക്കുമെങ്കിൽ വിക്ടിം വാസ് ഹൈലി ട്രമാറ്റൈസ്ഡ്. ഓക്കെ, സോ ഇറ്റ് വാസ് എ ഷോക്ക്. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് സജി ചെറിയാൻ. രഞ്ജിത്തിനെ മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക. പരാതി കിട്ടിയിട്ടില്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ. വിധിയെഴുത്തിന് ഇനി 8 നാൾ. മുന്നണികൾക്കായി ദേശീയ നേതാക്കൾ. മുഖ്യമന്ത്രി ആലപ്പുഴയിൽ. LDF UDF പ്രകടന പത്രിക നാളെ. വാക്പോര് തുടർന്ന് നേതാക്കൾ. ജി സുധാകരനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി. അവസരവാദികളുടെ നിലപാടിൽ പോകില്ലെന്ന് പിണറായി. പാർട്ടിക്കും മുന്നണി അതിന്റെ കൂടെ ഇത്തരമൊരു ആളെ സ്വീകരിച്ച് ഞങ്ങളെ തകർക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് കഴിയുന്നതല്ല. കോൺഗ്രസിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളെന്ന് പത്മജ വേണുഗോപാൽ. കോൺഗ്രസിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളെന്ന് ആ രീതിയിലാണ് ഇപ്പോഴും പെണ്ണുങ്ങളോട്. പെണ്ണുങ്ങളെ ഒരാളെ അവർ ജയിക്കാൻ സമ്മതിക്കില്ല. സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDFന് നേരിയ മേൽക്കൈയെന്ന് വോട്ട് വൈബ് അഭിപ്രായ സർവേ. UDFന് 67 മുതൽ 73 വരെ സീറ്റുകൾ കിട്ടാം. LDFന് 64-നും 70-നും ഇടയിൽ സീറ്റുകൾക്ക് സാധ്യത. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിണറായി വിജയന് 31.6% പേരുടെ പിന്തുണ. VD സതീശനെ പിന്തുണച്ച് 29.3% പേർ. തെരഞ്ഞെടുപ്പ് കേസിൽ സുരേഷ് ഗോപിക്ക് തിരിച്ചടി. ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. വിചാരണ നേരിടണമെന്നും കോടതി. മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നു കേസ്.